ടോട്ടോച്ചാനും അമ്മയും അകത്തേക്ക് പ്രവേശിച്ചു. അവരെ കണ്ടിട്ടായിരിക്കണം ഹെഡ് മാസ്റ്റർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നേർത്ത തലമുടി, വായിൽ ഏതാനും പല്ലുകൾ കാണാനില്ല, പക്ഷെ വളരെ പ്രസന്നമായ മുഖം, അധികം ഉയരമില്ലെങ്കിലും ഉറപ്പ് തോന്നിക്കുന്ന ചുമലുകൾ, ശ്രദ്ധയോടെ ധരിച്ച വസ്ത്രങ്ങൾ, സ്യൂട്ടിന്റെ നിറം നരച്ച കറുപ്പ്. തിടുക്കത്തിൽ തലയൊന്ന് താഴ്ത്തി വന്ദിച്ച ശേഷം ടോട്ടോച്ചാൻ പറഞ്ഞു, സ്റ്റേഷൻ മാസ്റ്റർ ആണോ സ്കൂൾ മാസ്റ്റർ ആണോ? അമ്മ ഒന്ന് പരിഭ്രമിച്ചു. അവർക്ക് എന്തെങ്കിലും പറയാനാകുന്നതിന് മുൻപേ മാസ്റ്റർ ഭവ്യതയോടെ പറഞ്ഞു, ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണേ. മാസ്റ്ററുടെ മറുപടി അവൾക്ക് നന്നേ ബോധിച്ചു. ഹായ്, എനിക്കിഷ്ടായി, ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ചേരാൻ പോവാ. ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു. അവൾക്കിരിക്കാൻ ഒരു കസേര നീക്കിയിട്ടുകൊണ്ട് ഹെഡ് മാസ്റ്റർ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. അത് കേട്ടപ്പോൾ കൊച്ചു ടോട്ടോ ഒന്ന് പരിഭ്രമിക്കാതിരുന്നില്ല. എന്നാൽ ആ നിമിഷം തന്നെ ഈ മാസ്റ്ററോടൊപ്പം കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നവൾക്ക് തോന്നി. ശരി, അങ്ങനെ ആവട്ടെ. അമ്മ ആത്മവിശ്വാസത്തോടെ മുറിക്ക് പുറത്തേക്കിറങ്ങി. വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് നടന്നു മറഞ്ഞു. മുറിയിൽ ടോട്ടോച്ചാനും മാസ്റ്ററും മാത്രമായി. ഒരു കസേര വലിച്ചടിപ്പിച്ച് അവൾക്ക് അഭിമുഖമായിരുന്ന് തെളിഞ്ഞ സ്വരത്തിൽ മാസ്റ്റർ പറഞ്ഞു, ടോട്ടോച്ചാൻ, നിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ, തുടങ്ങിക്കോളൂ. നിനക്കിഷ്ടമുള്ള എന്തു വേണമെങ്കിലും പറയാം. എന്തു വേണമെങ്കിലും പറയാമോ? അവൾക്ക് അതിശയം തോന്നി. മാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കുമെന്നായിരുന്നു അവൾ കരുതിയത്. എന്തും പറയാം എന്നറിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ ചിലയ്ക്കാൻ തുടങ്ങി. തങ്ങൾ വന്ന തീവണ്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച്, ടിക്കറ്റ് കളക്ടറുമായുണ്ടായ വാഗ്വാദത്തെക്കുറിച്ച്, പഴയ സ്കൂളിലെ ടീച്ചറുടെ ചന്തത്തെക്കുറിച്ച്, കുരുവിയുടെ കൂടിനെക്കുറിച്ച്, കുസൃതിക്കാരനായ റോക്കി പട്ടിയുടെ വേലത്തരങ്ങളെക്കുറിച്ച്, കിൻഡർഗാർട്ടൻ ക്ലാസ്സിൽ വെച്ച് ഒരു കത്രിക വായിൽ വെച്ച് ക്ലിക് ക്ലിക് എന്ന് ശബ്ദമുണ്ടാക്കിയതിനെ കുറിച്ച്, ടോട്ടോ അത് വായ്ക്കുള്ളിൽ നിന്നെടുക്ക്, നിന്റെ നാക്കു മുറിഞ്ഞു പോകും എന്ന് ടീച്ചർ ശാസിച്ചതിനെ കുറിച്ച്, താൻ ശബ്ദം പുറത്ത് കേൾക്കാത്ത വിധത്തിൽ അതിരഹസ്യമായി കത്രിക വായിൽ സൂക്ഷിച്ചതിനെ കുറിച്ച്, ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചീറ്റുന്നത് കണ്ടിട്ട് തനിക്ക് ജലദോഷമാണോ എന്ന അമ്മ സംശയിക്കുന്നതിനെ കുറിച്ച്, അച്ഛൻ നന്നായി നീന്തുന്നതിനെ പറ്റി, വെള്ളത്തിൽ മനോഹരമായി ഊളി ഇടുന്നതിനെ കുറിച്ച്, എല്ലാം ഒരടുക്കും ചിട്ടയുമില്ലാതെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. മാസ്റ്റർ വളരെ ഉത്സാഹപൂർവ്വം തല കുലുക്കിയും ഇടയ്ക്കിടയ്ക്ക് മൂളിയും ചിരിച്ചുമൊക്കെ അവളെ പ്രോത്സാഹിപ്പിച്ചു. കൊച്ചു ടോട്ടോയ്ക്ക് ഇതിൽ പരം എന്തു വേണം? അവൾ പൂർവാധികം ഉന്മേഷത്തോടെ തുടർന്നു. ഓർമ്മയുള്ള സകലതും ഇതിനകം പറഞ്ഞു തീർന്നു. ഇനിയും കുഞ്ഞു വിരലുകൾ കൊണ്ട് വായി പൊത്തിപ്പിടിച്ച് കണ്ണുകളുടെ മേലോട്ടാക്കി അവൾ ആലോചിച്ചു. ഇനിയും തീർന്നോ? മാസ്റ്റർ ചോദിച്ചു. നിർത്തുന്നത് നാണക്കേടാണ്. ഇതുപോലൊരവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഇനിയും അവൾ തല പുകഞ്ഞാലോചിച്ചു. ആ കൊച്ചു തലയിൽ നിൽക്കാവുന്നതെല്ലാം ഇതിനോടകം അവൾ ഓർത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ഉപായം തോന്നി. ഇനി ഇപ്പോൾ ഇട്ടിരിക്കുന്ന പുത്തൻ ഉടുപ്പിന്റെ കാര്യം പറയാം അവൾ തീരുമാനിച്ചു. അവളുടെ ഉടുപ്പുകളൊക്കെ അമ്മ തന്നെ തയ്ക്കുകയാണ് പതിവ്. പക്ഷെ ഈ ഉടുപ്പ് അങ്ങനെയല്ല, കടയിൽ നിന്ന് വാങ്ങിയതാണ്. എന്നും സ്കൂൾ വിട്ടു വരുമ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെയായി കീറിയിരിക്കും. ചിലപ്പോൾ അവ നെടുനീളത്തിലായിരിക്കും. കട്ടിയുള്ള കോട്ടൺ പാൻറ് പോലും തുണ്ടം തുണ്ടമായ സമയങ്ങളുണ്ട്. വെളിമ്പറമ്പുകളിലെ കമ്പിവേലികൾക്കിടയിലൂടെ നൂഴ്ന്ന് കടക്കുക, ഏതെങ്കിലും വീട്ടുമുറ്റത്തെ പത്തലുകൾക്കിടയിലൂടെ പായുക തുടങ്ങിയ അവളുടെ കുസൃതികളുടെ ഫലമാണത്. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്ത ആ സാഹസങ്ങളൊക്കെ അവൾ മാസ്റ്റർക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. രാവിലെ പുതിയ സ്കൂളിലേക്ക് ഇന്ന് പോരാൻ നോക്കുമ്പോഴാണ് എല്ലാ ഉടുപ്പുകളും കീറിപ്പറിഞ്ഞിരിക്കുന്നു. അമ്മ തുന്നിയ ചന്തമുള്ള ഉടുപ്പൊക്കെ കീറിപ്പോയി. ഒടുക്കം കടയിൽ നിന്ന് പുതിയ ഈ ഉടുപ്പ് വാങ്ങേണ്ടി വന്നു. എന്ത് നല്ല ഉടുപ്പ്, കമ്പിളി പോലെയുണ്ട്, നിറയെ വരകള്, കറുപ്പ്, ചുമപ്പ്, ചാരം. നോക്ക്, ഈ കോളറിലെ നല്ല ചുവന്ന പൂക്കളുണ്ടല്ലോ, അത് അമ്മയ്ക്ക് പിടിച്ചില്ല അത്രേ. കോളർ നിവർത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇനി അതും കഴിഞ്ഞു. ഇനി എന്താ പറയുക? അവൾ ചുഴിഞ്ഞാലോചിച്ചു. ഒന്നും ബാക്കിയില്ല. അവൾക്ക് അല്പം ദുഃഖം തോന്നി. അപ്പോഴേക്ക് മാസ്റ്റർ എഴുന്നേറ്റ് അവളുടെ അടുക്കലേക്ക് വന്നു. പരുപരുത്ത കൈകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ
നീ ഈ സ്കൂളിലെ കുട്ടിയാണ്. എന്താ? അതെ, ആ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിതത്തിൽ ആദ്യമായി ശരിക്കും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നുവെന്ന് ആ നിമിഷത്തിൽ കൊച്ചു ടോട്ടോയ്ക്ക് തോന്നി. കൊച്ചു ടോട്ടോ ചിലച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും മാസ്റ്റർ കോട്ടുവായിടുകയോ അശ്രദ്ധനായിരിക്കുകയോ ചെയ്തിട്ടില്ല. അവൾ പറഞ്ഞ കാര്യങ്ങളിൽ അവൾക്കൊപ്പം താല്പര്യമുള്ള ഒരു മനുഷ്യൻ. അവളുടെ കൊച്ചു ജീവിതത്തിൽ ഇതിൽ പരം എന്തുണ്ട് സന്തോഷം? അവളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഒരാൾ ഇത്ര മെനക്കെട്ട് ഇരുന്നല്ലോ. ടോട്ടോച്ചൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയായിരുന്നു. ഊണിന് നേരമായല്ലോ. പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്ത് നോക്കിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. സമയം നോക്കുന്നത് എങ്ങനെ എന്ന് കൊച്ചു ടോട്ടോ ഇനിയും പഠിച്ചിട്ടില്ല. എങ്കിലും നേരം ഒരുപാടായതുപോലെ അവൾക്കും തോന്നി. 12 കഴിഞ്ഞിരുന്നു. ടോട്ടോച്ചാനും അമ്മയും എത്തിയത് 8:30. നീണ്ട 4 മണിക്കൂർ. സമയം നോക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ മാസ്റ്ററോടുള്ള അവളുടെ അത്ഭുതാദരങ്ങളുടെ അളവ് ഇപ്പോൾ തോന്നുന്നതിലും എത്ര അധികമായേനെ. ഇത്രയേറെ സമയം അവളുടെ കലമ്പൽ കേൾക്കാൻ ഇന്നോളം ആരും മെനക്കെട്ടിട്ടില്ല. ഒരു 7 വയസ്സുകാരിക്ക് ഇങ്ങനെ 4 മണിക്കൂറൊക്കെ വിസ്തരിച്ചു പറയാൻ എന്ത് വിശേഷമാണുള്ളത് എന്നോർത്ത് അവളുടെ അമ്മ മിഴിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയെക്കാളേറെ പഴയ ടീച്ചർ മിഴിച്ചിരുന്നേനെ. സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞാൽ പരിഭ്രമിക്കാത്തവരില്ല. ടോട്ടോച്ചൻ അത് അറിഞ്ഞിരുന്നില്ല. അവളെ പുറത്താക്കിയതാണ് എന്ന് അവൾക്കറിയില്ലായിരുന്നു. അറിഞ്ഞാൽ പോലും അവൾ അതിൽ വ്യാകുലപ്പെടാൻ ഒരു വഴിയുമില്ല. കാരണം ചിരിച്ചും കളിച്ചും കുസൃതികൾ കാട്ടി കുത്തിമറിഞ്ഞു നടക്കുന്ന പരിസരബോധം തീരെ കുറഞ്ഞ ഒരു പാവം പെൺകുട്ടിയായിരുന്നു അവൾ. നിഷ്കളങ്കതയുടെ ഒരു പരിവേഷമുണ്ടായിരുന്നു അവൾക്ക്. എല്ലാവരും തന്നെ കാണുന്നത് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായാണ്, അല്പം ഒരു അപൂർവതയോടെയാണ് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് തന്നെ തോന്നിയിരുന്നു. കൊബായാഷി മാസ്റ്ററുമായുള്ള സമാഗമം അവൾക്ക് ആശ്വാസമേകി, അവളെ സന്തോഷിപ്പിച്ചു. എല്ലാ കാലവും മാസ്റ്ററോടൊപ്പം കഴിയാനായിരുന്നുവെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ ആദ്യ ദിനത്തിൽ അവളെ പോലെ സൊസാക്കു കൊബായാഷി എന്ന കൊബായാഷി മാസ്റ്റർ തിരിച്ചും അത് തന്നെയാണ് ഇച്ഛിച്ചത്. ടോട്ടോയും കൊബായാഷി മാസ്റ്ററുമായുള്ള തുടർ സംസാരങ്ങളും ടോട്ടോയുടെ പുതിയ സ്കൂളിലെ അനുഭവങ്ങളും നമുക്ക് വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കാം.